Hello? Okay. When? Chitankara? Okay. Professor Daruwala is nuts. Okay, we'll do it. But I need to go home. I'll change my dress and then prepare. ചിറ്റാനിക്കരയിലെ ചായക്കട എന്റെ വാസുവണ്ണന്റെ ചായക്കട വാട്ട ചായ കുടിക്കാൻ ഇവർ ചെല്ലും പിന്നെ പറ്റെഴുതി അവരങ്ങു മുങ്ങും ആ വാട്ട ചായ കുടിക്കാൻ ഇവർ ചെല്ലും പിന്നെ പറ്റെഴുതി അവരങ്ങു മുങ്ങും. Hi, I'm Sohail Khan. കാശിന്റെ ആശാൻ സെന്റിന്റെ നാഥനിവൻ അച്ഛൻ പൗലോസ് അച്ഛൻ വാക്കിന്റെ ആശാൻ കാര്യശൂന്യൻ ചേട്ടൻ കൊള്ളിച്ചേട്ടൻ വെള്ളവസ്ത്രധാരകർ ഇവരാണ് പിരിവെന്ന് പറഞ്ഞ് കൊന്നുമുടിക്കും ചിറ്റാനിക്കരയിലെ ചായക്കട. Are you Professor Daruwala subjects? English. ചായക്കട. Sir, are you all Professor Daruwala subjects? ദാരുവാലയുടെ സബ്ജക്ട് എന്താന്നാ ചോദിക്കണത്? ഫിസിക്സ് ആണോ അതോ കെമിസ്ട്രി ആണോ? What's up with this lungis, man? How come that you guys are not ready yet and still in your Malabari lungis? കൊള്ളിച്ചേട്ടാ, ഇയാൾക്ക് എന്താ വേണ്ടത്? യു ആസ്ക് ക്യാ ബോലി? अरे यार, ये लुंगी यहाँ पर नहीं चलेगा. ये केरला में कूल है, मगर यहाँ पर बाहर कोल्ड है. देखो यार. And also it's very very windy. The wind may blow it off. മുണ്ടേ തൊട്ടിട്ടാണ് ആളുടെ കളി. അല്ലേലും അത് മാത്രമേ ഉള്ളൂ. I just can't take you guys like this. You need to wear the pants. Okay? പൗലോ ചായ, നമ്മള് പാന്റ് ഇടണമെന്നാണ് അങ്ങേര് പറയണത്. ഞാൻ പാന്റ് ഇടില്ല. നാട്ടിൽ വെച്ച് ഫ്ലൈറ്റിൽ മാത്രം പാന്റ് ഇട്ടാൽ മതി എന്നാ പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്റെ കിറ്റക്സ് മുണ്ടെടുക്കാമെന്ന് സമ്മതിച്ചിരുന്നു. നമ്മുടെ ഉമ്മൻചാണ്ടി പുള്ളി സ്വിറ്റ്സർലാൻഡിൽ പോകാനാ പാന്റിനാണോ പോയത്? പുള്ളി മുണ്ടെടുത്തോണ്ടാ പോയത്. പിന്നെ അല്ലേ ഞാൻ പാന്റ് ഇടില്ല. എന്റെ ഇമേജ് പോവും. I know pant. You know what? It also looks like a skirt. People will think you are a cross-dressers. And look at that. It looks like it's gonna fall anytime. No pant. ഞാൻ പാന്റ് ഇടില്ല. ഇടില്ല. No pant. സാറേ ഈ പാണ്ട് മതിയോ? ഞാനും ഒരു പാന്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതാ. അത് കണ്ട ചാറ് ചിലപ്പോ ബോധം കെട്ടുന്നു. ഞാനും വേറെ പാണ്ട് ഇടത്തില്ല, എന്റെ പേജും പോവും. നമ്മളവിടൊക്കെ ഫ്ലൈറ്റിൽ പാന്റ് ഇട്ടാ മതി എന്നാ പറഞ്ഞത്. ഫ്ലൈറ്റിൽ തന്നെ പാന്റ് ഇട്ട ആ ഹോസ്റ്റസ്മാര് പെണ്ണുങ്ങൾ ഞങ്ങളെ ഒരു വിലയില്ലായിരുന്നെന്ന്. There. You should be able to read better now. Of course, I'm not questioning your ability to read upside down. Cool boy, cool. ഓ, ഇത് പെണ്ണിന്റെ തലയായിരുന്നാ? Dharma, it's me. You need to come. Yep, same place. I just can't explain. You just have to come. That's it. What's up, buddy? Look, Dharma, I knew Professor Daruwala is a crazy guy, but this time he has gone bonkers.
I know, Sohail, I know. These guys carry the original Y-chimp chromosomes. This was found out during one of those random sampling tests we carried out for people of South India to identify their gene markers. Believe me, they are very important. They could as well alter the history of human evolution. Well, I'm not so sure of their genes, but their behavior is worse than the chimps. And please, Dharma, please, get them off of their lunges. Don't worry, Sohail, I'll take care of them. Thank you, thanks a lot. I got to go, by the way. I'll make a move. Good luck with them. Catch you later. Have a good day, Sohail. ഞാൻ മാരീഡ് ഇല്ല. ശരി, ബാൻ ഇടണ്ട. എൻ്റെ വണ്ടി പുറത്ത് കിടപ്പുണ്ട്, എല്ലാവരും അതിൽ ചെന്ന് കയറും. ഓ കുണുക്കൂരുണ്ട നമുക്ക് തിരിച്ചു വന്നിട്ട് കളിക്കാനായി പിന്നെ ബാക്കി. അവന്റെ രണ്ടാസുള്ള കയ്യ, എന്റെ കൈ വളരെ സ്ട്രോങ്. നടു വെട്ടിയതിന് ശേഷം നമ്മുടെ കൊള്ളിച്ചേട്ടന് ഭയങ്കര അന്ധവിശ്വാസം. ആ വിളക്ക് കത്തിച്ച് തേങ്ങ ഉടച്ചിട്ട് ആ പ്രൊഫസറിന്റെ വീട്ടിൽ കയറുള്ളൂ. ആ, എല്ലാവരും ഒന്ന് കയറൂ. എനിക്ക് ജനലിനകത്ത് ഇരിക്കണം. കൊള്ളിച്ചേട്ടാ കയറും. ഇല്ലല്ല, ഞാൻ ബാക്ക് സീറ്റിൽ നടുക്കിരിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? കയറൂ. ഞാൻ ബാക്ക് സീറ്റിൽ നടുക്കിരിക്കണ പ്രശ്നമില്ല. ജോണി, ആ ജനലടയ്ക്ക്. നടക്കുന്നു മനുഷ്യൻ. എനിക്ക് കാറ്റ് കൊള്ളണം. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ശാന്തൻ. ജോണി, നീ പാട്ട് നിർത്തുന്നു. ഒരു ചവിട്ട് കൂടെ വെച്ചിട്ടുണ്ട്. ആ, കേക്ക് വേണമെങ്കിൽ അങ്ങ് എടുക്ക്. ഒന്ന് ബാക്കി എല്ലാവർക്കും കൂടെ ഒന്ന് കൊടുക്ക്. ആ, ജനലൊന്ന് അടക്കി, തണുപ്പ് കയറുന്നു. ഇവിടുത്തെ ഡ്രൈവർമാർക്ക് എന്തൊരു അഹങ്കാരം. നമ്മുടെ നാട്ടിലൊക്കെയാണ് നല്ല പാട്ട് വെച്ച് തരും. ഒരു പ്രേമഗാനം കേൾക്കാമായിരുന്നു. ഇതിനൊക്കെ ഇറങ്ങി തിരിച്ച് എന്നെ പറഞ്ഞു. ഈ ഡ്രൈവർ എവിടെ പോയതാണ്? മൂത്രം ഒഴിക്കാൻ വല്ലതും പോയതായിരിക്കും. ഞങ്ങൾ കാല് പിടിക്കാം. സാറ് ദേഷ്യപ്പെടരുത്. സാറേ, ആമാർ ചിറ്റാങ്കടയിൽ എപ്പോഴും ചീട്ടുകളിയും വെള്ളമടിയൊക്കെയാ. ഒരു വിവരമില്ലാത്ത വർഗ്ഗ. സാറ് ദേഷ്യപ്പെട്ടത് ക്ഷമിക്ക്. അമേരിക്ക പറഞ്ഞത് ഞങ്ങളുടെ പണ്ടേ ഒരു ആഗ്രഹമായിരുന്നു. പ്ലീസ് സാറൊന്ന് വണ്ടി കയറോ. Parveen, I think your subjects are here.
കള്ളിന്റെ ആശ നിരാശ കാമുകൻ വാക്കർ ജോണി വാക്കർ തല്ലിന്റെ ആശാൻ ശൗര്യ വിനാശകൻ റാംബോ ഇടിയൻ റാംബോ ശാന്തമ്മെ കണ്ടാൽ കണ്ണു തള്ളും ചീട്ടെന്നു പറഞ്ഞാൽ ചെവിയിൽ കയറും ശാന്തമ്മെ കണ്ടാൽ കണ്ണു തള്ളും ചീട്ടെന്നു പറഞ്ഞാൽ ചെവിയിൽ കയറും ചിറ്റാനിക്കരയിലെ ചായക്കട എൻ്റെ വാസുവണ്ണൻ്റെ ചായക്കട. ആ അമേരിക്കയിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നോ? അവർക്ക് ഞങ്ങളെ ചോര പരിശോധിക്കണമായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങളെ ചോരയും ഇവിടുത്തെ കുരങ്ങന്മാരുടെ ചോരയും മിക്സായി പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ട് തിരിച്ചയച്ചു. എന്ത് പറയാനാ ഇക്കാലത്ത്, ചോരയിൽ പോലും മായവും അറിമായവും കലർത്തും. പക്ഷെ ശരിക്കും അടി പറ്റിയത് നമ്മുടെ പോലോസ് ചേട്ടനും കൊള്ളിച്ചേട്ടനും. ശരിയാ, പുള്ളിച്ചേട്ടന് SNDP ലീഡർ ആവാനായിരുന്നു ആഗ്രഹം. പക്ഷെ അവിടെ ചെന്ന് ചോര പരിശോധിച്ചപ്പോഴല്ലേ മനസ്സിലായത് പുള്ളി മലയാളിയല്ല ബീഹാറിയാണെന്ന്. അത് കേട്ട് അവരുടെ പുള്ളിച്ചേട്ടൻ മുങ്ങി. പൗലോസ് അവന്റെ അനിയത്തി അമല പൗലോസിനെ എനിക്ക് കെട്ടിച്ചേരാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞ? മറ്റേ നമ്പൂരി മാറി അവൻ ക്രിസ്ത്യാനി ആയതാവുമല്ലോ. അവന്റെ ചോര പരിശോധിച്ചപ്പോ എന്താ കണ്ടുപിടിച്ച? അവൻ പകുതി പറങ്കിയും പകുതി കാട്ടുജാതിയാണെന്ന്. ഞാനേ ഗുണ്ടയായാലും തറവാടിയാണ്. മാഷിയിട്ട് നോക്കിയാൽ പോലും അവനെ കാണത്തില്ല. ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ കുരങ്ങാണെന്ന് വല്ലതും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്റെ ഇമേജ് പോകും. എന്നാലും അവിടുത്തെ മദാമ പെണ്ണെന്നെ കണ്ടിട്ടൊന്ന് വീണു. എപ്പോഴും ബാഗേന്ന് വിളിക്കുമായിരുന്നു. എന്താണ് ജോണി എന്നെ വിളിച്ചത്? അവള് തന്നെ കംബാക്ക് എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു. ഓ സ്കംബാഗ്, മനസ്സിലായി. ഇടിയൻ, ഇനി നിന്നെയും ഞങ്ങൾ സ്കംബാഗ് റാംബോ എന്ന് വിളിക്കാം. വാസുവിന് എവിടെ? ഇന്നലത്തെ ചായയുടെ കാശ് കൊടുക്കാൻ വന്നതാ. വാസുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന ചോക്ലേറ്റും കഴിച്ച അവൻ അവിടെ ആ തെങ്ങിനൊക്കെ ഓരോ അരമണിക്കൂർ വിട്ട് വളമിട്ടുകൊണ്ടിരിക്കുക. ആ കാശ് അവിടെ എങ്ങനെ വെച്ചിട്ട് പോകും? എടാ ഇവിടെ കിടന്ന ആ സിന്ധിയെ. ചിറ്റാനിക്കരയിലെ ചായക്കട എൻ്റെ വാസുവണ്ണൻ്റെ ചായക്കട. വാട്ട ചായ കുടിക്കാൻ ഇവർ ചെല്ലും, പിന്നെ പറ്റെഴുതി അവരങ്ങു മുങ്ങും. ആ വാട്ട ചായ കുടിക്കാൻ ഇവർ ചെല്ലും, പിന്നെ പറ്റെഴുതി അവരങ്ങു മുങ്ങും. ചിറ്റാനിക്കരയിലെ ചായക്കട എൻ്റെ വാസുവണ്ണൻ്റെ ചായക്കട.